നമസ്കാരം, ഞാൻ ദിനേശാണ്. അഡീനിയം അറബിക്കാണ് കേട്ടോ. അപ്പോൾ കുറേ ആളുകൾ അറബിക്കിൻ്റെ വിത്ത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഉടനെ എത്തും. നമുക്കിവിടെ ഉണ്ടായ വിത്തുകൾ വളരെ കുറച്ചേ ഉണ്ടായുള്ളൂ. പ്രാവശ്യം കുറേ എണ്ണം മഴയിൽ കേടുവന്ന് പോയി. ആ കുറച്ച് വിത്തുകൾ ഞാൻ മുളപ്പിക്കാം കേട്ടോ, കാരണം അത് എത്രയാണ് അതിൻ്റെ ജെർമിനേഷൻ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അഡീനിയത്തിൻ്റെ ഇത് അഡീനിയത്തിൻ്റെ ബ്രാഞ്ചുകളൊക്കെ വരുന്നത് കണ്ടില്ലേ, അറബിക്കം. ഇത് അടിയിൽ നിന്ന് തൊട്ടേ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്ന പല ചെടികളും റൂട്ട് ട്രെയിനിങ് നടത്തിയതാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഈ കോഡക്സിൻ്റെ ഒരു ഭാഗം വെച്ച് മുറിച്ച് വേര് അവിടുന്ന് വരുത്തി ഒരു പ്രത്യേക ഷേപ്പിലാക്കിയ ചെടികളാണ് കുറേ ഫോട്ടോയിൽ കാണുക. അപ്പോൾ അത് നമുക്ക് ആക്കണമെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യണം. പിന്നെ നമുക്ക് വരുന്ന അഡീനിയം ചെടികൾ വിത്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ ബ്രാഞ്ചുകൾ വന്നിട്ടുള്ള ചെടികൾ ആയിരിക്കും. ഇതിൻ്റെ പല വെറൈറ്റി ഐഡികളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടികളുണ്ട്. അപ്പോൾ അഡീനിയം അറബിക്കം പൂവിന് വലിയൊരു പ്രത്യേകതയില്ല. ചെറിയ പൂവായിരിക്കും, ഓർഡിനറി പൂവായിരിക്കും. സാധാരണ റോസോ പിങ്കോ കളറുള്ള ചെറിയ പൂക്കളായിരിക്കും. വേറെയും കളറുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചെടികൾ അഡീനിയം അറബിക്കം നമ്മളെ കയ്യിലുള്ള ചെടികൾ 300 രൂപ തൊട്ടുള്ള ചെടികളാണ് കേട്ടോ. സാധാരണ അഡീനിയത്തിൻ്റെ അതേ കെയറിങ് മെത്തേഡാണ്. പിന്നെ ഒരു കാരണവശാൽ ഇത് പ്രൂൺ ചെയ്യരുത്. പ്രൂൺ ചെയ്ത് അതിൻ്റെ ആ ഭംഗി പോവും. അപ്പോൾ അത് സ്വാഭാവികമായ വളർച്ചയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. നല്ല വളങ്ങൾ കൃത്യമായി എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്കും, മണ്ണിര കമ്പോസ്റ്റൊക്കെ കൃത്യമായി ഇട്ടിട്ട് പോട്ടിംഗ് മിക്സൊക്കെ നന്നായി കൊടുത്തിട്ടുള്ളൊരു ഇത്. ഇപ്പോൾ ഇതിലൊക്കെ ഇനി ഒരു കൊല്ലം കൂടി ഇതിലിരിക്കും. ഞാനിത് ചെയ്യുന്നത് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റും. വലിയ പ്ലാസ്റ്റിക് കവറിലേക്ക് നല്ലവണ്ണം വളം, എല്ലുപൊടിയും വേപ്പൻ പിണ്ണാക്കും കമ്പോസ്റ്റും മണലും എല്ലാം കൂടിയിട്ടുള്ള വാമടക്കിട്ടുള്ള നല്ലൊരു മീഡിയം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചെടി ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഞാൻ ഇറക്കി വയ്ക്കുക. ഞാൻ വീഡിയോ ചെയ്തുതരാം. അങ്ങനെ ചെയ്ത് 1 കൊല്ലം മുന്നത്തെ ഒരു വീഡിയോ ഉണ്ട്, ഒരു ചെടിയുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. 1 കൊല്ലമായിട്ടുള്ളൂ, പക്ഷെ അതത്ര തടിച്ച് വീർത്തു. അപ്പം നിങ്ങൾക്കും ഈ അറബിക്കം ഇങ്ങനത്തെ ചട്ടിയിൽ വെക്കേണ്ട. ഇതിന്ന് വലിയ പ്ലാസ്റ്റിക്, ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് കവറിലേക്ക് വെക്കുന്നതിൻ്റെ ഒരു ഗുണം, അതിന് പ്ലാസ്റ്റിക് കവറിന് ബൾജ് ആവാനുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ചെടി അഥവാ കോഡക്സ് നല്ല വണ്ണം വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഷേപ്പിലേക്ക് എത്തും. ചട്ടിയാകുമ്പോൾ ഒരു ഒതുങ്ങി നിൽക്കും. അപ്പോൾ നിങ്ങൾ ഈ അഡീനിയം അറബിക്കം വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നല്ല വലുപ്പത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പ്ലാസ്റ്റിക് കവറിലേക്ക് നട്ടുള്ളൂ. ക്വാളിറ്റിയുള്ള കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടും. ഇല്ലെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞു തരാം. അങ്ങനെ നടുക. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക്, അഡീനിയം സ്നേഹികളുടെ അടുത്തേക്ക് ഷെയർ ചെയ്തോളൂ.